45 മിനിറ്റ്. 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും? ഉത്തരങ്ങൾ വ്യത്യസ്തവും വിപുലവും ആകുമെന്നറിയാം. നിങ്ങളൊരു കായിക താരമാണെങ്കിൽ ചോദ്യം കുറെ കൂടി കൃത്യമാക്കാം. 3/4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ലോക റെക്കോർഡുകൾ തകർക്കാനാകും? 1 2 എന്നാണ് ഉത്തരമെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ 4 ലോക റെക്കോർഡുകൾ സ്വന്തം പേരിൽ എഴുതി ചേർത്ത ഒരു അതുല്യ പ്രതിഭയുണ്ട്. ഹിറ്റ്ലറുടെ കൺമുൻപിൽ വെച്ച് ആര്യൻ മേധാവിത്വത്തെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തകർത്ത് 4 ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നിട്ടും നിത്യവൃത്തിക്ക് വേണ്ടി ഹോട്ടലിൽ പണിയെടുത്തതും കുതിരകൾക്കൊപ്പം ഓട്ടപ്പന്തയത്തിൽ ഓടിയതുമായ കഥനകഥകളും ആ മനുഷ്യന് പറയാനുണ്ട്. കായിക ലോകത്തെ മഹാതാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒളിമ്പിക്സ് ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ, കറുത്തവർഗക്കാരൻ്റെ ആത്മാഭിമാനത്തിനായുള്ള പോരാട്ടങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട വ്യക്തിയാണ് ജെസ്സി ഓവൻസ്. അമേരിക്കയിലെ അലബാമയിലെ ആഫ്രോ അമേരിക്കനായ ഹെൻറി ക്ലീവ്ലാൻഡ് ഓവൻസിൻ്റെയും മേരി എമ്മയുടെയും 10 മക്കളിൽ ഏറ്റവും ഇളയവനായി 1913 സെപ്റ്റംബർ 12 ഓവൻസിന്റെ ജനനം. യഥാർത്ഥ പേരായ ജെയിംസ് ക്ലീവ്ലാൻഡ് ഓവൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരായ JC ഓവൻസ് എന്നാണ് ആദ്യകാലങ്ങളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഓഹിയോയിലെ സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ അവൻ്റെ സദേൺ ആക്സെന്റിലെ ഉറച്ച ഉച്ചാരണത്തിൽ JC എന്നതിനെ ജെസ്സി എന്ന് തെറ്റിദ്ധരിക്കുകയും പിന്നീട് അങ്ങോട്ട് അവൻ്റെ ഔദ്യോഗിക പേര് ജെസ്സി ഓവൻസ് എന്നായി മാറുകയും ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ അപ്പനും ചേട്ടന്മാർക്കുമൊപ്പം യാതൊരുവിധ തളർച്ചയും കൂടാതെ പരുത്തിപ്പാടത്തെ കഠിന ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഓവൻസ് തൻ്റെ മെയ്ക്കരുത്ത് കായിക മത്സരങ്ങളിൽ പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ അവൻ്റെ ഓട്ടവും ചാട്ടവും സകലരും ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. ഒഹിയോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്താണ് അതുവരെ ഉണ്ടായിരുന്ന അതിർവരമ്പുകളെ കവച്ചുവെക്കുന്ന ഒരു കായിക താരമായി ഓവൻസ് ഉയർന്നു വന്നത്. സർവകലാശാല മത്സരങ്ങളിൽ ഓഹിയോ യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാപ്റ്റനായി പതാകയേന്താൻ ഓവൻസ് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അത്തരമൊരു സ്ഥാനം കൈക്കലാക്കുന്ന ആദ്യ കറുത്തവർഗക്കാരനായിരുന്നു അവൻ. പക്ഷേ കായിക മികവ് തെളിയിച്ചിട്ടും അവന്റെ കറുത്ത നിറം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്കിന് കാരണമായി. കറുത്തവർഗക്കാർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളിലും ബസ്സുകളിലും മാത്രമാണ് ഓവൻസിന് പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നത്. സ്കൂൾ സ്കോളർഷിപ്പും അവന് നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും മെഡലുകൾ വാരിക്കൂട്ടുന്നതിൽ അവൻ ഒരിക്കലും പിന്നാക്കം പോയിരുന്നില്ല. തൻ്റെ കറുപ്പിനെ പ്രണയിച്ച മിനി റൂത്ത് സോളമനെ യൂണിവേഴ്സിറ്റി പഠനത്തിനിടയിൽ 1935 ജൂലൈ 5 ഓവൻസ് വിവാഹം ചെയ്തു. 3 പെൺമക്കളുണ്ടായ ആ ദാമ്പത്യ പ്രയാണത്തിൽ സ്നേഹമാകുന്ന ബാറ്റൺ കൈമോശം വരാതെ സൂക്ഷിച്ച് മിനി അവസാനത്തോളം ഓവൻസിനൊപ്പം നിലകൊള്ളുകയും ചെയ്തു. അമേരിക്കയിലെ പ്രശസ്തമായ 10 യൂണിവേഴ്സിറ്റികൾ മാറ്റുരയ്ക്കുന്ന കായിക മാമാങ്കമാണ് ബിഗ് ടെൻ. 1935 ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കപ്പെട്ടത് മിഷിഗണിലെ ആൻ ആർബറിലായിരുന്നു. ഒഹിയോ യൂണിവേഴ്സിറ്റിയുടെ താരമായ ഓവൻസിന് ആ വർഷം പങ്കെടുക്കേണ്ടിയിരുന്നത് 4 മത്സര ഇനങ്ങളിലായിരുന്നു. മത്സര തലേന്ന് പടികളിൽ നിന്നും തെന്നി വീണ് നടുവേദനയാൽ വിഷമിച്ചിരുന്ന ഓവൻസിനോട് എന്നും അവനെ പ്രചോദിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്ന കോച്ച് ലാറി സ്നൈഡർ പറഞ്ഞത് 100 യാർഡ് ഓട്ടത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയെന്നാണ്. പക്ഷേ മറിച്ചുള്ള ഓവൻസിന്റെ തീരുമാനം ലോക കായിക ചരിത്രത്തിലെ ദ ഗ്രേറ്റസ്റ്റ് 45 മിനിറ്റ്സ് എന്ന അധ്യായത്തിനാണ് അച്ചുകൾ നിരത്തിയത്. 1935 മെയ് 25 ഉച്ചതിരിഞ്ഞായിരുന്നു ഓവൻസിന് പങ്കെടുക്കേണ്ട മത്സരങ്ങൾ. 3:15 ആദ്യ ഇനമായ 100 വാര ഓട്ടം തുടങ്ങിയത്. 9.4 സെക്കൻഡിൽ ഓവൻസ് ഫിനിഷിംഗ് ലൈൻ തൊട്ടപ്പോൾ അത് അന്നത്തെ ലോക റെക്കോർഡിന് ഒപ്പമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് 3:25 ലോങ് ജമ്പ്,
8.13 ചാടിക്കടന്ന് ഓവൻസ് ഒരു പുതിയ ലോക റെക്കോർഡ് കുറിച്ചു. 25 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ റെക്കോർഡ് തകർക്കപ്പെട്ടത്. വെറും 9 മിനിറ്റുകൾക്കിപ്പുറം 3:34 ഓവൻസ് വീണ്ടും വിസ്മയമായി. 220 വാര ഓട്ടം. 20.3 സെക്കൻഡുകൾക്കുള്ളിൽ ഓവൻസ് അത് പിന്നിട്ടപ്പോൾ ഒരു ലോക റെക്കോർഡ് കൂടി പിറന്നു. അതേ വേദിയിൽ 220 വാര ഹഡിൽസിന് 22.6 സെക്കൻഡ് എന്ന വിശ്വ റെക്കോർഡ് വേഗത്തിൽ ഓവൻസ് മറികടക്കുമ്പോൾ ക്ലോക്കിലെ സൂചി 4 മണിയിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടത്തിനിടെ ട്രാക്കിൽ കുറച്ചു മാത്രം കാലുകുത്താനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. കൂടുതൽ സമയവും വായുവിലൂടെ പറക്കാനാണ് എനിക്കിഷ്ടം. ഈ വാക്കുകളെ അന്വർത്ഥമാക്കുമാറാണ് ഓവൻസ് വിവിധ കായികമേളകളിൽ മെഡലുകൾ വാരിക്കൂട്ടിയത്. അവന്റെ കറുത്ത ശരീരത്തിലെ പ്രതിഭയെ വെല്ലുവിളിക്കാൻ ആ സമയം ഒരു വിശ്വമേള ഒരുങ്ങുന്നുണ്ടായിരുന്നു. 1936 ബെർലിൻ ഒളിമ്പിക്സ്. നാസി ജർമ്മനിയുടെ മേന്മ ലോകത്തോട് വിളിച്ചു പറയാൻ ആര്യൻ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ശക്തമാണെന്ന് ഉറപ്പിക്കാൻ ഹിറ്റ്ലർ കണ്ടെത്തിയ അവസരമായിരുന്നു ബെർലിൻ ഒളിമ്പിക്സ്. ജർമ്മനി ജൂതരെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണത്തെ ദുർബലപ്പെടുത്താൻ 1-2 ജൂതരെ ഉൾപ്പെടുത്തിയതൊഴിച്ചാൽ 433 പേരടങ്ങുന്ന വലിയ ജർമ്മൻ ടീമിൽ ബാക്കി എല്ലാവരും തന്നെ ആര്യൻ വംശജരായിരുന്നു. ജർമ്മനിയിൽ അന്ന് എല്ലായിടവും നാസി ചിഹ്നമായ സ്വസ്തികയാൽ നിറഞ്ഞു മറഞ്ഞു. കാറ്റുപോലും സ്വസ്തികയുടെ ആകൃതിയിലാണ് വീശിയിരുന്നതെന്ന് പിൽക്കാലത്ത് എഴുതപ്പെടുകയുണ്ടായി. ഗ്രീസിൽ നിന്ന് ആരംഭിച്ച് ആതിഥേയ രാഷ്ട്രത്തിൽ അവസാനിക്കുന്ന ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത് ബെർലിൻ ഒളിമ്പിക്സിലാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടതും ബെർലിനിൽ വെച്ച് തന്നെ. അങ്ങനെ അതുവരെ നടന്നിട്ടുള്ള എല്ലാ ഒളിമ്പിക്സുകളെക്കാളും ചരിത്രപരവും രാഷ്ട്രീയവും സാങ്കേതികവുമായ സവിശേഷതകൾ താൻ നടത്തുന്ന ലോക കായികമേളയ്ക്ക് ചാർത്തിക്കിട്ടാൻ ഹിറ്റ്ലർ പരമാവധി ശ്രദ്ധ പുലർത്തി. കായിക താരങ്ങളുടെ പരിശീലനത്തിൽ പോലും ഹിറ്റ്ലറുടെ ഭീതിതമായ അമിത ശ്രദ്ധ കടന്നെത്തിയിരുന്നു. വംശവെറിയനായ ഹിറ്റ്ലറുടെ ഒളിമ്പിക്സിനെ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയുണ്ടായി. പക്ഷേ അന്നത്തെ അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന എവറി ബ്രണ്ടേജിന്റെ ഇടപെടലുകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ബ്രണ്ടേജിന് എല്ലാം ലാഭനഷ്ടങ്ങളുടെ കണക്കായിരുന്നു. ഈ ബ്രണ്ടേജ് പിന്നീട് ഓവൻസിന്റെ ജീവിതത്തിലെ വില്ലൻ കഥാപാത്രമായി മാറുന്നുണ്ട്. 1936 ഓഗസ്റ്റ് 1 മുതൽ 16 വരെയായിരുന്നു ബെർലിൻ ഒളിമ്പിക്സ് ദിനങ്ങൾ. ജർമ്മനിക്കായിരുന്നു മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനമെങ്കിലും യഥാർത്ഥ കരുത്തും വേഗവും പരീക്ഷിക്കപ്പെട്ട അത്ലറ്റിക് ട്രാക്കിൽ അമേരിക്കൻ കറുത്ത വംശം തേരോട്ടം നടത്തിയപ്പോൾ ആര്യന്മാർ കിതച്ചു തളർന്നു. ആ പോരാട്ടത്തിൽ നായകസ്ഥാനം ജെസ്സി ഓവൻസിനായിരുന്നു. ഹിറ്റ്ലറുടെ തന്ത്രങ്ങളും ജർമ്മനിയുടെ ആസൂത്രണവും ഉണ്ടായിട്ടും കായിക ചരിത്രത്തിൽ ബെർലിൻ ഒളിമ്പിക്സ് രേഖപ്പെടുത്തപ്പെട്ടത് ഓവൻസിന്റെ പേരിലായിരുന്നു. 100 മീറ്ററിലെ 10.2 സെക്കൻഡ് എന്ന ലോക റെക്കോർഡും ലോങ് ജമ്പിലെ 8.13 മീറ്റർ എന്ന ചരിത്ര നേട്ടവും സ്വന്തമായി ഉള്ളപ്പോഴാണ് ഓവൻസ് ഒളിമ്പിക്സിനായി ബെർലിനിൽ കാലുകുത്തുന്നത്. ഒളിമ്പിക്സ് വില്ലേജിലെത്തിയ ഓവൻസിനെ കാണാൻ ആദ്യം എത്തിയത് അഡിഡാസിന്റെ സ്ഥാപകനായ അഡോൾഫ് ഡാസ്ലർ ആണ്. അദ്ദേഹം അന്ന് ഓവൻസിന് നേരിട്ട് ഒരു സ്പൈക്ക് ഷൂ നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടത് ഇത് ധരിച്ച് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കണം എന്നതായിരുന്നു. അന്ന് ഓവൻസും അഡിഡാസും തമ്മിലുണ്ടാക്കിയ കരാറിലൂടെ കായിക ചരിത്രത്തിലെ ബിസിനസ് പങ്കാളിത്തത്തിന്റെയും ബ്രാൻഡ് പ്രൊമോഷൻ കരാറുകളുടെയും അധ്യായം ആരംഭിക്കുന്നു. ഓവൻസിന്റെ ഒളിമ്പിക്സ് നേട്ടങ്ങളോടെയാണ് അഡിഡാസിന്റെ നാം ഇന്ന് കാണുന്ന ലോകോത്തര വളർച്ച ആരംഭിച്ചതും. ഏതൊരു അടിച്ചമർത്തലുകൾക്കും മീതെയായി മനുഷ്യന് തന്റെ ജീവിതാന്തസ് ഉയർത്തിപ്പിടിക്കാൻ ആകുമെന്ന് തെളിയിക്കാൻ 4 സ്വർണ്ണ മെഡലുകളാണ് ഓവൻസ് നാസി ജർമ്മനിയിൽ വെച്ച് കരസ്ഥമാക്കിയത്. വിജയിക്കുന്ന കറുത്ത വർഗക്കാരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഹിറ്റ്ലർക്ക്
അത് എല്ലാ അർത്ഥത്തിലും കനത്ത പ്രഹരമായിരുന്നു. ഓഗസ്റ്റ് 3-നായിരുന്നു ഒളിമ്പിക്സിലെ 100 മീറ്റർ മത്സരം. 10.3 സെക്കൻഡ് കൊണ്ട്, അതായത് തൻ്റെ തന്നെ ലോക റെക്കോർഡിനേക്കാൾ 0.1 എന്ന അധിക സമയത്തിൽ ഓടിത്തീർത്തുകൊണ്ട് ഓവൻസ് ആദ്യ സ്വർണം സ്വന്തമാക്കി. ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായ ഹിറ്റ്ലർ ഉടൻ സ്റ്റേഡിയം വിട്ട് പുറത്തുപോയി. ഓഗസ്റ്റ് 4-ന് ലോങ് ജമ്പിൽ 2ാം ഒളിമ്പിക് സ്വർണം. ഈ ചാട്ടത്തിന് പിന്നിൽ ചരിത്രപരമായ ഒരു ചങ്ങാത്തത്തിന്റെ ഇടപെടലുണ്ട്. സ്വർണത്തെക്കാൾ തിളക്കമുള്ള ആ കഥ സ്വർണ്ണ മെഡലുകളുടെ പട്ടികയ്ക്ക് പിന്നാലെ പറഞ്ഞു തരാം. ഓഗസ്റ്റ് 5-ന് 200 മീറ്റർ ഓട്ടത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി 3ാം സ്വർണം. ഓഗസ്റ്റ് 9-ന് 4x100 മീറ്റർ റിലേ. ഓട്ടം തുടങ്ങിയത് ഓവൻസ് ആണ്. ആ കുതിപ്പിൽ അമേരിക്കൻ ടീം 39.8 സെക്കൻഡ് എന്ന ലോക റെക്കോർഡോടെ ഒന്നാമതെത്തി. ഓവൻസിന്റെ 4ാം സ്വർണം. ഈ സുവർണ ചരിത്രം അതേപടി ആവർത്തിച്ചത് 48 വർഷങ്ങൾക്ക് ശേഷം 1984-ൽ മറ്റൊരു കറുത്ത മുത്തായ കാൾ ലൂയിസ് എന്ന ഇതിഹാസ താരമാണ്. ബെർലിൻ ഒളിമ്പിക്സിൽ തന്റെ ഉയർന്ന സാഹോദര്യബോധത്താലും ഉറച്ച തീരുമാനത്താലും ഹിറ്റ്ലറുടെ കണ്ണിലെ കരടും ലോകത്തിന്റെ കണ്ണിലുണ്ണിയുമായി തീർന്ന മറ്റൊരു താരമുണ്ട്, കാൾ ലുഡ്വിഗ് ലൂസ്ലോങ്. ഒരു നാസി സൈനികനായിട്ടുകൂടി അതിർത്തികൾക്കപ്പുറമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ലോങ് ജമ്പിൽ ഓവൻസിനെ തറപറ്റിക്കാനായി ജർമ്മൻ ഭരണകൂടം പ്രത്യേകമായി പരിശീലിപ്പിച്ച രക്തശുദ്ധിയുള്ള നീലക്കണ്ണുള്ള 6 അടി പൊക്കമുള്ള ആര്യനായിരുന്നു ലൂസ്ലോങ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ലോങ് ജമ്പ് മത്സരത്തിന്റെ പ്രാഥമിക റൗണ്ടിൽ ആദ്യ ചാട്ടത്തിൽ തന്നെ ലൂസ്ലോങ് ഫൈനലിലേക്ക് യോഗ്യത നേടി. അപ്പോൾ അവിടെ ഉയർന്ന വമ്പിച്ച കരഘോഷം കലുഷിതമാക്കിയത് ഓവൻസിന്റെ മനസ്സിനെയായിരുന്നു. ആടി ഉലഞ്ഞ മനസ്സുമായി ചാടിയ ഓവൻസിന്റെ ആദ്യ 2 ശ്രമങ്ങളും പിഴച്ചുപോയി. പുറത്താകലിന്റെ വക്കിൽ നിന്ന ഓവൻസിനടുത്തേക്ക് അപ്പോൾ നടന്നെത്തിയത് പ്രധാന എതിരാളിയായ ലോങ് ആയിരുന്നു. കുശല അന്വേഷണങ്ങൾക്കൊടുവിൽ ടേക്ക് ഓഫ് ലൈനിന് മുൻപിലായി ഒരു തുവാല വയ്ക്കുക, അവിടെ നിന്ന് ചാടിയാൽ പോലും നീ യോഗ്യത നേടുമെന്ന ആത്മവിശ്വാസം പകരുന്ന നിർദ്ദേശം നൽകിയാണ് ആ ജർമ്മൻകാരൻ മടങ്ങിയത്. ആ വാക്കുകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ചാടിയ ഓവൻസ് അന്ന് യോഗ്യതയും പിറ്റേന്ന് ഫൈനൽസിൽ 8.06 മീറ്റർ ചാടി ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണവും സ്വന്തമാക്കിയപ്പോൾ തൊട്ടുപുറകിലായി ചാടിയെത്തിയ ലൂസ്ലോങ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഓവൻസിനെ അഭിനന്ദിക്കാൻ ആദ്യം ഓടിയെത്തിയതും ലോങ് തന്നെയായിരുന്നു. ഇരുവരും കൈകോർത്ത് സ്റ്റേഡിയം വലം വെച്ചു. അന്ന് തുടങ്ങിയ ഒരുമിച്ചുള്ള നടത്തം ജീവിതാവസാനത്തോളം അവർ തുടർന്നു. 2ാം ലോക മഹായുദ്ധകാലത്തും സൗഹൃദത്തിന്റെ സന്ദേശങ്ങൾ പേറി അവരുടെ കത്തുകൾ കടലുകൾ താണ്ടി. ജർമ്മൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ലൂസ്ലോങ് 1943 ജൂലൈ 14-ന് സഖ്യകക്ഷി ആക്രമണത്തിൽ ഇറ്റലിയിൽ വെച്ച് വധിക്കപ്പെട്ടു. ലോങ് അവസാനമായി ഓവൻസിന് അയച്ച കത്തിൽ ജർമ്മനിയിൽ ചെന്ന് തന്റെ മകനെ കാണണമെന്നും അതിർത്തികൾക്ക് അപ്പുറമുള്ള മനുഷ്യർക്ക് എങ്ങനെ സൗഹൃദത്തിൽ കഴിയാമെന്ന് തങ്ങളുടെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊല്ലിക്കൊടുക്കണമെന്നും ഓവൻസിനോട് ആവശ്യപ്പെട്ടു. 1951-ൽ ലോങ്ങിന്റെ ആഗ്രഹം സഫലമാക്കുന്നതിനായി ഓവൻസ് ജർമ്മനിയിൽ എത്തുകയും ലോങ്ങിന്റെ മകനായ കായ് ഹെൻറിച്ചുമായി ദീർഘനേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിനും അന്ന് നാന്ദിയായി. ബെർലിനിൽ 2009-ൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറിയപ്പോൾ ലോങ്ങിന്റെയും ഓവൻസിന്റെയും കൊച്ചുമക്കൾ മെഡലുകൾ വിതരണം ചെയ്യാനായി ഒരുമിച്ചെത്തി എന്നത് കായിക ചരിത്രത്തിലെ മറ്റൊരു അപൂർവതയാണ്. 100 മീറ്ററിൽ സ്വർണം നേടിയ ഓവൻസിനെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഹിറ്റ്ലർ നേരിട്ട് കാണാനും കൈകൊടുക്കാനും വിസമ്മതിച്ചു എന്നതാണ് ഓവൻസ് നേരിട്ട അവഗണനകളുടെ പട്ടികയിൽ ഒന്നാമതായി പലരും എഴുതി ചേർക്കാറുള്ളത്. പക്ഷേ സ്വദേശത്ത് ഓവൻസിന് നേരിടേണ്ടി വന്ന അവഗണനകളാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത്. ഹിറ്റ്ലറുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിച്ചവനെന്നും വേഗത്തിന്റെ ദൈവമെന്നുമൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയെങ്കിലും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്
ഓവൻസിന് ഒരു അഭിനന്ദന കത്ത് പോലും നൽകുകയുണ്ടായില്ല. ഒളിമ്പിക്സ് വിജയികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കറുത്ത വർഗക്കാരായ മെഡൽ നേട്ടക്കാരെ ഗവൺമെന്റ് ക്ഷണിച്ചതുമില്ല. ഹിറ്റ്ലർ പോലും തന്നെ ഇത്രയും അവഗണിച്ചിട്ടില്ല എന്നതായിരുന്നു ഇതിനോടുള്ള ഓവൻസിന്റെ പ്രതികരണം. 1936 കറുത്ത ഒളിമ്പ്യന്മാരെ ഭരണകൂടം ആദരിച്ചത് 2016 ബറാക് ഒബാമ പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്തതിനു ശേഷമാണ്. 4 ഒളിമ്പിക് ഇനങ്ങളിൽ ജേതാവായിട്ടും ഒരു നല്ല ജോലി പോലും ആരും ഓവൻസിന് വാഗ്ദാനം ചെയ്തില്ല. മാത്രവുമല്ല, കായിക ലോകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ നിഷ്കാസിതനുമാക്കി. ഇതിനു പിന്നിൽ നേരത്തെ സൂചിപ്പിച്ച US ഒളിമ്പിക് പ്രസിഡന്റായിരുന്ന ബ്രണ്ടേജിന്റെ ചെയ്തികളായിരുന്നു. ബെർലിൻ ഒളിമ്പിക്സിന് ശേഷം സ്പോർട്സ് പ്രൊമോഷൻ എന്ന പേരിൽ യൂറോപ്പിലും മറ്റുമായി ബ്രണ്ടേജിന്റെ നേതൃത്വത്തിൽ നിരവധി കായികമേളകൾ ഒരുങ്ങുകയുണ്ടായി. മതിയായ പ്രതിഫലമോ വിശ്രമമോ ആനുകൂല്യങ്ങളോ കായിക താരങ്ങൾക്ക് പ്രദാനം ചെയ്യാത്ത അത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഓവൻസ് വിസമ്മതം പ്രകടിപ്പിച്ചതോടെ ഔദ്യോഗിക കായികമേളകളിൽ പങ്കെടുക്കരുതെന്ന വിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. അതോടെ ജീവിത ചെലവുകൾക്കായി പെട്രോൾ പമ്പിലും ഹോട്ടലുകളിലും ലോണ്ടറി ഷോപ്പിലുമായി അധ്വാനിക്കേണ്ടി വന്നു റേസിംഗ് ട്രാക്കിലെ ഇതിഹാസ താരത്തിന്. വരുമാനത്തിനായി ഓവൻസ് അണിഞ്ഞ മറ്റൊരു വേഷമായിരുന്നു സ്റ്റണ്ട് റേസറുടേത്. ഏതെങ്കിലും വിപണന മേളകളോടനുബന്ധിച്ചോ ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിലോ കാണികളെ രസിപ്പിക്കാനായി കുതിരകൾ, നായ്ക്കൾ, മോട്ടോർ ബൈക്കുകൾ എന്നിവയ്ക്കൊപ്പം മനുഷ്യർ ഓട്ട മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു ഇനമാണ് സ്റ്റണ്ട് റേസിംഗ്. പലപ്പോഴും എതിരാളികൾ ആരംഭിക്കുന്നതിലും 30 മീറ്ററുകൾ പുറകിൽ നിന്ന് ആരംഭിച്ച് എതിരാളിയെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനങ്ങളും ഓവൻസ് അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഒളിമ്പിക്സ് ജേതാവ് ഇങ്ങനെ തരം താഴരുത് എന്ന വിമർശനം ഉയർന്നപ്പോൾ സ്വർണ്ണ മെഡലുകൾ തിന്നാനാവില്ലല്ലോ എന്നതായിരുന്നു ഓവൻസിന്റെ മറുപടി. നീണ്ട കാലത്തെ വിവേചനങ്ങൾക്കൊടുവിൽ 1950 അമേരിക്കൻ ഗവൺമെന്റ് ഓവൻസിനെ സ്പോർട്സ് അംബാസിഡറായി നിയമിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അമേരിക്കയിലും വിവിധ വിദേശ രാജ്യങ്ങളിലും നടത്തിയ പ്രഭാഷണങ്ങളിലൂടെയും കുട്ടികളുമായുള്ള സംവാദങ്ങളുടെയും ഓവൻസ് ജനഹൃദയങ്ങളിൽ പ്രത്യാശയുടെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ പാകി. അത്തരമൊരു പര്യടനത്തിന്റെ ഭാഗമായി 1955 ഓവൻസ് ഇന്ത്യയിലുമെത്തി. ഡൽഹി, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ആവേശപൂർണമായ സ്വീകരണമാണ് ജനങ്ങൾ ഒരുക്കിയത്. സിഖ് തലപ്പാവ് ധരിച്ച ഓവൻസിന്റെ ചിത്രങ്ങൾ അന്ന് മിക്ക ഇന്ത്യൻ പത്രങ്ങളിലും പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. തനിക്ക് കിട്ടിയ നേട്ടങ്ങളിലൂടെയും പ്രശസ്തിയിലൂടെയും കറുത്ത വർഗക്കാരന്റെ ഉന്നമനത്തിനായും ഓവൻസ് പരിശ്രമിച്ചിരുന്നു. വംശീയമായ മുന്നേറ്റത്തിന് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണവും നേട്ടങ്ങൾ സ്വന്തമാക്കലുമാണ് ആവശ്യമെന്ന് കരുതിയ ഓവൻസ് ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കരുതെന്നാണ് ആദ്യകാലങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ 1968 മെക്സിക്കോ ഒളിമ്പിക്സിനിടയിൽ അരങ്ങേറിയ ബ്ലാക്ക് പവർ സല്യൂട്ട് എന്ന പ്രതിഷേധത്തോടെ ഓവൻസ് ആദ്യം അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. ഇത് സ്വന്തം വംശത്തിൽ നിന്നും ഓവൻസിനെതിരെ വിമർശനങ്ങൾ ഉയരാൻ കാരണമായി. 1972 എഴുതിയ ഐ ഹാവ് ചേഞ്ച് എന്ന തന്റെ പുസ്തകത്തിൽ കറുത്ത വർഗക്കാരന് ചില കാര്യങ്ങളിൽ തീവ്ര നിലപാടുകളും സമീപനങ്ങളും ആകാം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഓവൻസ് തന്റെ നിലപാട് മാറ്റം പ്രഖ്യാപിക്കുകയുണ്ടായി. 1976 പുറത്തിറങ്ങിയ ജെസ്സി എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന ഗ്രന്ഥത്തിലാകട്ടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെയും വിവേചനങ്ങളെയും ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയും ആത്മീയ ശക്തിയിലൂടെയും എങ്ങനെ നേരിടാം എന്ന തത്വചിന്താപരമായ ആശയമാണ് മുന്നോട്ട് വെച്ചത്. ആ വർഷം തന്നെ ഓവൻസിന്റെ നേട്ടങ്ങളും വ്യക്തിപ്രഭാവവും പരിഗണിച്ച് അമേരിക്കയിലെ ഏറ്റവും ഉന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഓവൻസിന് നൽകുകയുണ്ടായി. ചുരുങ്ങിയത് ഒരു പാക്കറ്റ് സിഗരറ്റെങ്കിലും ദിവസേന പുകച്ചു തള്ളുന്ന ഒരു ദുശീലത്തിന് അടിമയായിരുന്നു ഓവൻസ്. പുകച്ചുരുളുകൾക്കൊപ്പമുള്ള നീണ്ട വർഷത്തെ സഞ്ചാരം ഓവൻസിനെ കൊണ്ടുചെന്നെത്തിച്ചത് ശ്വാസകോശ അർബുദത്തിലേക്കാണ്. അങ്ങനെ ആശുപത്രി കിടക്കയിൽ കുരുങ്ങിപ്പോയ ഓവൻസിന്റെ ഓട്ടം പൂർത്തിയായത് 1980 മാർച്ച് 31 1981 മുതൽ US ഗവൺമെന്റ് നൽകി വരുന്ന ഏറ്റവും മികച്ച
അത്ലറ്റിനുള്ള പുരസ്കാരം ജെസ്സി ഓവൻസിന്റെ പേരിലാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡ് ഓവൻസിനെ അനുസ്മരിച്ചത് ഇങ്ങനെയാണ്: ഓവൻസിനെ പോലുള്ള മഹാരഥന്മാർ രാഷ്ട്രീയം ഒരിക്കലും ഒളിമ്പിക് സ്പിരിറ്റിനെ പരാജയപ്പെടുത്തില്ലെന്ന് കാണിച്ചു തന്നു. 1936 അദ്ദേഹത്തിന്റെ നേട്ടം ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ചതുപോലെ ഇനിയും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. കണ്ണീരിന്റെയും കരുത്തിന്റെയും ഈ കഥ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ എഴുതിയ ദൈവം ഓവൻസിന് കൈകൊടുക്കുന്നു എന്ന കഥയിലെ ഒരു വാചകം വായിച്ച് അവസാനിപ്പിക്കാം. പുകയിലയിലെ വിഷവും ജീവിത ദുരിതങ്ങളും ചേർന്ന് ഭൂമിയിൽ നിന്നും പുകച്ചു ചാടിച്ച ഓവൻസിനെ കാണാൻ സ്വർഗത്തിന്റെ കൈവരിയിൽ പിടിച്ച് ദൈവം കാത്തു നിൽക്കുകയായിരുന്നു. പുരുഷായുസിന്റെ ദീർഘദൂര ഓട്ടം കഴിഞ്ഞുവന്ന ക്ഷീണവും കിതപ്പും പുറത്തു കാട്ടാതെ ജെസ്സി ദൈവത്തെ നോക്കി ചിരിച്ചു. കാപ്പിരി മുഖത്ത് വെളുത്ത പല്ലുകൾ വിരിയുന്നതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ദൈവം ഹസ്തദാനത്തിനായി കൈനീട്ടി. ഓർമ്മകളിൽ ഒരിടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ